ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സൂപ്പർ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചോക്ലേറ്റ് സ്പ്രെഡ്. ബ്രെഡിലായാലും ദോശയിലോ ചപ്പാത്തിയിലോ ഒക്കെ ആയാലും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഇപ്പം ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും കഴിച്ചോളൂ കേട്ടോ. അപ്പം നമുക്ക് ഇത് ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ടി വരാറുണ്ടല്ലേ കടകളിൽ നിന്ന്. എന്നാൽ കടയിൽ നിന്നൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ന്യൂട്ടല്ല അല്ല കേട്ടോ. ന്യൂട്ടല്ലേൻ്റെ ആ ഒരു ജാറിലേക്ക് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് ഇട്ട് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് ശേഷമാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മിൽക്ക് പൗഡറാണ്, പാൽപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻറ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇതാ പാൽപ്പൊടി 6 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് കേട്ടോ ആവശ്യമുള്ളത്. അത് ഏകദേശം ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് പാലെടുത്തിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക മിക്സിയിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സീൻ്റെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് സ്പ്രെഡാണ്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റേ വന്നിട്ടുള്ളൂ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല, എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ന്യൂട്രലൊക്കെ പകരമായിട്ട് ന്യൂട്രലൊക്കെ വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു 100-300 രൂപയോളം നമുക്ക് വരുന്നുണ്ട്. ഇതിന് അത്രയൊന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പം ഇടയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഷുഗറിന് പകരം ഹണിയോ അല്ലെങ്കിൽ ഡേറ്റ്സോ വെച്ചിട്ട് ചെയ്യുക. മിൽക്ക് പൗഡറിന് പകരമായിട്ട് ഏതെങ്കിലും നട്ട്സ് അങ്ങനെ നമുക്ക് ചേർക്കാം. അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ കടകളിൽ നിന്നൊക്കെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഫ്രൂട്ട് ജാമും ഒക്കെ ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാനിതിൽ കാണിച്ചിട്ടുള്ള മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ന്യൂട്ടല്ലേൻ്റെ ഈ ഒരു ജാറിൽ നിറയും, പിന്നെ കുറച്ചും കൂടി ബാക്കിയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ കുറച്ചും കൂടി കൂട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറഞ്ഞ ചേരുവയിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് സ്പ്രെഡാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.